ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എലോഹിം ലൈവ് മീഡിയയിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ക്രിസ്തീയ സ്നേഹ വന്ദനം ചൊല്ലുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവവചനത്തിൽ നിന്ന് ഒരു തിരുവചനത്തിലൂടെ ദൈവിക സന്ദേശങ്ങളെ അറിയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഒന്നുകൂടെ വായിക്കുന്നു: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. യോഹന്നാൻ്റെ സുവിശേഷം 21-11 നമ്മൾ വായിച്ചു: അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. വല കീറാറായി, വല കീറിയില്ല. ദൈവത്തിൻ്റെ ദാസനായ പത്രോസിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുന്നത്. ഈ 2 തിരുവെഴുത്തിലും ദൈവത്തിൻ്റെ ദാസനായ പത്രോസിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. യേശു കർത്താവ് ഒരിക്കൽ ഗിന്നേസരത്ത് എന്ന് പറയുന്ന തടാകത്തിൻ്റെ കരയിലേക്ക് പോവുകയാണ്. യേശുവിനോടൊപ്പം വലിയൊരു പുരുഷാരം ഉണ്ട്. യേശുവിനോടൊപ്പം തന്നെ യേശു എവിടെ പോകുന്നോ അവിടെ എല്ലാം വലിയ പുരുഷാരവും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഏതാണ്ട് 5 കൂട്ടം ആൾക്കാരാണ് യേശുവിനെ അനുധാവനം ചെയ്യുന്നത്. ഒന്ന്, വചനം കേൾക്കാനായിട്ട്. നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വചനം കേൾക്കാൻ തിക്കി തിരക്കി എന്ന തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വചനം കേൾക്കാൻ ഒരു കൂട്ടർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2, അവനെ അനുഗമിക്കുവാൻ, നീ എവിടെ പോയാലും ഞങ്ങൾ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. 3, രോഗസൗഖ്യത്തിനായിട്ട് യേശു പോകുന്ന വഴിയിൽ എല്ലാം രോഗികളെ കൊണ്ടുവരിക. വീട്ടിലാണെങ്കിലും എവിടെ യേശു ഇരിക്കുന്നു അവിടെ എല്ലാം രോഗികളെ കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് വരുന്ന ഒരു കൂട്ടരുണ്ട്. 4, അപ്പം തിന്നാൻ 5 അപ്പവും 2 മീനും അത് വർദ്ധിച്ച് 2 പുരുഷന്മാർ മാത്രം 5000 പേരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് ധാരാളം പേര്, അപ്പം തിന്നാൻ ധാരാളം പേരുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിന് മുമ്പ് യേശു കർത്താവ് പറഞ്ഞു: എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് യെരൂശലേം വിട്ടു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ 120 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് 120 പേരും അപ്പം തിന്നാൻ 5000 പേരും. അപ്പം ഭക്ഷിക്കാൻ ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ പുറകിലുണ്ട്. മറ്റൊരു കാര്യം,
കുറ്റം കണ്ടുപിടിക്കുവാൻ യേശു എന്താണ് പറയുന്ന, ഏത് വാക്കിൽ അവനെ കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയുവാനായി തുടങ്ങി. നിനക്ക് എത്ര വയസ്സേ ഉള്ളൂ, അബ്രഹാം എന്നാ ജീവിച്ചിരുന്നത് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുവാൻ ഒരു കൂട്ടം. ഇങ്ങനെ 5 കൂട്ടം ആൾക്കാരാണ് യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്ന പറയുന്നത്. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ കർത്താവ് ഈ വലിയ കൂട്ടം ആൾക്കാരും ചെന്ന് നിൽക്കുമ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നതായി കണ്ടു. സാധാരണ പടക് എവിടെയാണ് നിൽക്കേണ്ടത്? വെള്ളത്തിലാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇന്ന് ഈ പടക് നിൽക്കുന്നത് കരയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പൊസിഷൻ തെറ്റിയാണ് നിൽക്കുന്നത്. വെള്ളത്തിൽ നിൽക്കേണ്ടതായിരിക്കുന്ന പടക് കരയിൽ അടുപ്പിച്ച് വെച്ചിരിക്കുക. 2 പടക് കരയിൽ നിൽക്കുകയാണ്. യേശു കർത്താവ് കണ്ടു, അതിൽ ശീമോൻ്റെ പടകിൽ യേശു കയറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ശീമോൻ്റെ പടകിൽ കർത്താവ് കയറുകയാണ്. ശീമോന് എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ശീമോൻ്റെ പടകിലേക്ക് തന്നെ കയറി. എന്തുകൊണ്ടാണ് ഈ വല കഴുകുന്നത്? സാധാരണ വല കഴുകുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ജോലിയുടെ അവസാനം, ജോലിയെല്ലാം ചെയ്തതിന് ശേഷം വല കഴുകുന്ന സമ്പ്രദായമുണ്ട്. 2, ജോലിയോടുള്ള മടുപ്പ്. പണ്ട് ചെറിയ ചെറിയ വലകൾ കഴുകുന്ന സമ്പ്രദായമുണ്ട്. ഇന്ന് അനേക മീറ്റർ നീളമുള്ളതായിരിക്കുന്ന വലകളാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും ശീമോൻ തൻ്റെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജോലിയോടുള്ള മടുപ്പ്. താൻ നിരാശനായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. തൻ്റെ നിരാശ. അതുകൊണ്ട് താൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു തൻ്റെ പടകിൽ കയറി. എന്നിട്ട് ശീമോനോട് പറഞ്ഞു, ആഴത്തിലേക്കൊന്ന് നീക്കാൻ പറഞ്ഞു. കഴിഞ്ഞ സമയങ്ങളിൽ തൻ്റെ ജോലിയിൽ നേരിട്ട പരാജയം നിമിത്തം ജോലി ഉപേക്ഷിച്ച് പടക് കരയ്ക്ക് കയറ്റി വച്ചിരിക്കുന്നതാണ്. ദൈവമക്കളെ, ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതം? കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചു, എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? നമുക്ക് നിരാശ മാത്രമല്ലേ ഉള്ളൂ. ഈ ശീമോൻ്റെ ജീവിതത്തിൽ ശീമോന് മീനിനെക്കുറിച്ച്, ആഴങ്ങളെക്കുറിച്ച്, ആഴിയെക്കുറിച്ച് എല്ലാം നന്നായി അറിയാവുന്ന ആളാണ്. മീൻ എവിടെയാണ് ഉള്ളതെന്ന് ശീമോൻ അറിയാം. ഈ മീനിൻ്റെ സകല ചരിത്രവും തനിക്കറിയാം. പക്ഷേ ഒരു മീൻ പോലും കിട്ടിയില്ല താൻ അധ്വാനിച്ചിട്ട്. ആമേൻ. തൻ്റെ ആകുല ചിന്ത, നിരാശ, അത് നിമിത്തം താൻ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശീമോനോടുള്ള ബന്ധത്തിൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ 6 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, തൻ്റെ ആകുല ചിന്ത, നിരാശ. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നിന്റെ വലയൊന്ന് ഇറക്കണമെന്ന് പറഞ്ഞു. അവൻ അനുസരിച്ചു. 3-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും കർത്താവ് പറഞ്ഞത് അവൻ അനുസരിച്ചു. പടക് നീക്കാൻ പറഞ്ഞു, പടക് നീക്കി. വല വീശാൻ പറഞ്ഞു, ആഴത്തിലേക്ക് വല വീശി. 3-ാമത്തെ കാര്യം അവൻ്റെ അധ്വാനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അധ്വാനിച്ചു, ഒരു മീൻ പോലും കിട്ടാത്ത നിരാശ. എന്നാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവൻ വലയിറക്കിയപ്പോൾ
അവൻ അനുസരിച്ചപ്പോൾ അവന് പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ വായിക്കും. അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തു. അവൻ സാഷ്ടാംഗം വീണു. കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നോട് നീ കരുണ തോന്നണമേ എന്ന്, എന്നെ വിട്ടു പോകണമേ എന്ന് അവൻ പറയുക. സ്തോത്രം. യേശു പറഞ്ഞ്, ഞാൻ നിന്നെ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞു. നോക്കണം, യേശു ആ നിരാശനായിരുന്ന സ്ഥലത്തേക്ക്, തകർന്നുപോയ സ്ഥലത്തേക്ക്, അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വന്നു. ശീമോൻ്റെ ശൂന്യാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. അവൻ്റെ മനസ്സ് ശൂന്യതയാണ്. അവന് ഈ മീൻ പിടിച്ചാണ് അവൻ ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല, ജീവിതം ശൂന്യമാണ്. 3, അവൻ്റെ പടക് ശൂന്യമാണ്. 4, തൻ്റെ വല ശൂന്യമാണ്. തൻ്റെ സാമ്പത്തിക ഭദ്രത അതും ശൂന്യതയാണ്. ശീമോൻ്റെ ശൂന്യത അവസ്ഥ മാറ്റുവാനാണ് യേശു അവിടെ വന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ശീമോനെ പോലെ ശൂന്യ അവസ്ഥയിൽ, തകർന്നുപോയ അവസ്ഥയിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട്, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ ശൂന്യതയെ മാറ്റുവാൻ, നിങ്ങളുടെ നിരാശയെ മാറ്റുവാൻ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒരു മീൻ പോലും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവൻ പറഞ്ഞതാണ്, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മീൻ പോലും കിട്ടിയില്ല. അതെ, ഈ രാത്രിക്ക് വേണ്ടി അധ്വാനിച്ചാൽ നീ ഒന്നും പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. നീ ഒന്നും പ്രാപിക്കത്തില്ല. പ്രാപിക്കണമെങ്കിൽ ആമേൻ, ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവിനെ അനുഗമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സംഭവിച്ചു. കർത്താവ് പറഞ്ഞു, അടുത്തിലേക്ക് നിൻ്റെ വലയൊന്ന് ഇറക്കാൻ. അപ്പോൾ പറഞ്ഞു, കർത്താവേ, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞവൻ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു, വല കീറാറായി എന്നാണ് വായിക്കുന്നത്. അതെ പ്രിയമുള്ളവരെ, ഒരു മീൻ പോലും കിട്ടാതിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. വല കീറിയില്ല, പക്ഷേ കീറാറായി. ശ്രദ്ധിക്കണം, ഒന്നുമില്ലാത്തിടത്ത് നിന്നെ അനുഗ്രഹിക്കുവാൻ, സകലവും നഷ്ടപ്പെടുത്തിയെടുത്ത് നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നിന്റെ നിരാശകൾ മാറും, നിന്റെ ദുഃഖം മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ ശൂന്യതകളെ മാറ്റും. അതിനായി കർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഇനി തൻ്റെ പടക് മുഴുവൻ നിറച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ശീമോനെ, നിന്റെ ഈ പടക് മുഴുവൻ നിറഞ്ഞിരിക്കുക. ശീമോന് കരയിൽ മറ്റൊരു പടക് കൂടെ നിൽപ്പുണ്ടായിരുന്നു. അത് യാക്കോബിൻ്റെ പടകായിരുന്നു. അവരെയും കൂടെ മാടി വിളിച്ചു. അവരും വന്ന് 2 പടകും മുങ്ങുമാറാകുവോളം നിറച്ചെന്നാണ് വായിക്കുന്നത്. കണ്ടോ, നമ്മൾ പ്രാപിച്ച നന്മ മറ്റുള്ളവർ കൂടെ അനുഭവിക്കണം. നമ്മൾ പ്രാപിച്ച ആത്മീയ സന്തോഷം മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ പങ്കിട്ട് കൊടുക്കണം. ഈ ശീമോൻ എന്താ ചെയ്തത്? തൻ്റെ പടക് മുഴുവൻ നിറച്ചു. വീണ്ടും വലയിൽ മീനിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ കരയിൽ നിന്ന മറ്റേ പടകുകാരെയും കൂടെ മാടി വിളിച്ചിട്ട് അവരോടും പറഞ്ഞു, നിങ്ങൾ വന്ന് ഈ പടക് നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പടകും മുങ്ങുമാറോളം നിറച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അതെ, നമ്മുടെ കർത്താവ്
നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, ശീമോന് അനുഗ്രഹം മാത്രമല്ലായിരുന്നു, അവൻ്റെ ജോലിക്ക് അവൻ്റെ ഉദ്യോഗം കൂടെ മാറ്റി. ഇത്രയും നാൾ മീൻ പിടിച്ചതായ പത്രോസിനോട്, ശീമോനോട് പറയുക, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. അതെ, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയപ്പോൾ കേട്ടവർക്കെല്ലാം കുത്തുകൊണ്ടു. ഞങ്ങൾ എന്തു ചെയ്യണം? രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് കേട്ട മാത്രയിൽ 3000 പേര് സ്നാനമേറ്റെന്നാണ് വായിക്കുന്നത്. കണ്ടോ, ഒറ്റ പ്രസംഗത്തിൽ അവൻ 3000 പേര് രക്ഷയിലേക്ക് വരുത്തി. യേശു എന്താ പറഞ്ഞത്? നിന്നെ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അതെ, 3000 പേര് ഒറ്റ പ്രസംഗത്തിൽ. പത്രോസിൻ്റെ ഒരു പ്രസംഗം മൂലം 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആ പത്രോസിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ അടുക്കിലേക്കും കർത്താവ് കടന്നു വരികയും, കർത്താവ് ഇവൻ തൻ്റെ പടക്, തൻ്റെ വല എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. നമ്മളങ്ങനെയാണ് വായിക്കുന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. യേശു മരിച്ചു കഴിഞ്ഞ ഉടനെ പത്രോസ് തന്നോട് കൂടെ ഒരു 7 പേര്, ഇവരൊരു ദിവസം തിബരിയാസ് കടൽക്കരയിൽ വന്ന് നിൽക്കുക, അവിടെ ഒരു സമ്മേളനം നടത്തുക. അതിൻ്റെ അധ്യക്ഷൻ ശീമോനാണ്. ശീമോൻ ആദ്യമായി പറയാൻ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. നോക്കണം, ഒരിക്കൽ വല വിട്ടതാണ്, പടക് വിട്ടതാണ്, എല്ലാം ഉപേക്ഷിച്ചവനാണ്. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ഞാനിനി മീൻ പിടിക്കാൻ പോവുകയാണ്. കേട്ടിരുന്നവരെല്ലാം പറഞ്ഞു, ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിബരിയാസിൽ മീൻ പിടിച്ചു. മുൻപത്തെ പോലെ തന്നെ ഒരു മീൻ പോലും കിട്ടിയില്ല. ഇങ്ങനെ അവർ നിരാശരായി വീണ്ടും ആയിരിക്കുമ്പോൾ യേശു കർത്താവ് ആ തിബരിയാസിൻ്റെ കടപ്പുറത്തുകൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. എന്നാൽ യേശു അവരെ നടുവിൽ നിന്നു ഇങ്ങനെ വിളിച്ചു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഈ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, കർത്താവ് തന്നെയാണ്. താന് പിന്മാറിയ അവസ്ഥയിൽ താന് ഒരിക്കൽ ഉപേക്ഷിച്ച ജോലിയെ വീണ്ടും അവൻ തിരഞ്ഞെടുത്ത് മീൻ പിടിക്കാൻ പോയ അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വന്നു. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. പടകിൻ്റെ വലത്തുഭാഗത്ത് വീശുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ട് വല കീറാറായി എന്നാ വായില്ല. വല കീറിയില്ലെന്നാ വായില്ല. വല കീറിയില്ല. കണ്ടോ, വലിയ 153 വലിയ മീന് ഇപ്പോൾ ഈ വലയിൽ വീണിരിക്കുകയാണ്. ശിമോൻ്റെ ആദ്യത്തെ അവസ്ഥ, ഒരു മീന് പോലും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ച് അവൻ നിരാശനായ സ്ഥലത്ത് തൻ്റെ പടക് നിറച്ച്, 2 കൂട്ടാളിയുടെ പടകും നിറച്ച് അനുഗ്രഹിച്ച കർത്താവ് വീണ്ടും അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഒരു മീൻ പോലും കിട്ടാതെ വിഷമിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പടകിൻ്റെ വലത്തുഭാഗത്ത് വീശുക. അവരങ്ങനെ ചെയ്തപ്പോൾ ആ വലയിൽ 153 വലിയ മീന് കിട്ടി. ആ വലയിൽ അകപ്പെട്ട മീനിന് എണ്ണമുണ്ടായിരുന്നു, വണ്ണവുമുണ്ടായിരുന്നു. വലിയ മീനാണ്. അതെ, നമ്മുടെ അടുക്കിലേക്ക് യേശു കർത്താവ് ഇന്ന് കടന്നു വരികയാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാമോ? ഇത് കേട്ട മാത്രയിൽ അവൻ സാഷ്ടാംഗം വീണു എന്നാണ് തിരുവനന്തപുരം വായിക്കുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും
എന്നാശിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.